ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പഴം വറുക്കാൻ പോവാണ് കേട്ടോ. അതിന് ഒരു 5-10 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തേക്കണത്. ഇത് ഇത്തിരി പഴുപ്പ് കൂടിപ്പോയി കേട്ടോ. ഇത്രയ്ക്കും പഴുക്കാൻ പാടില്ല. ഒന്ന് പഴുത്ത് വരാൻ പാടുണ്ടാവുള്ളൂ. കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ പഴം വറുത്ത് കഴിഞ്ഞാൽ കുറച്ച് കരിഞ്ഞിരിക്കണ പോലെ തോന്നും. എന്നാൽ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ വറുത്തപ്പോൾ. അപ്പോൾ ഇത് ചെറുതാക്കി ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. നന്നായി പഴുക്കാൻ പാടില്ല, പഴുത്ത് തുടങ്ങാനേ പാടുള്ളൂ. കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. കനം കൂടി കഴിഞ്ഞാൽ മൂക്കില്ല. അപ്പോൾ ക്രിസ്പി ആയി കിട്ടാൻ ബുദ്ധിമുട്ടാവും. പഴുപ്പ് കൂടിയാലും അതങ്ങനെയാവും കേട്ടോ. അധികം പഴുക്കാത്ത പഴം വേണം വറക്കാനായിട്ട്. കുറച്ചേ വറുത്തുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ വറുത്ത് കോരിയിടുമ്പോൾ നമുക്ക് ശരിയായില്ലെന്ന് തോന്നും. പിന്നെ ചൂടാറിയാല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി തിളച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇടാനായിട്ട്. കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇടണം. ഈ പഴമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നന്നായി ഒട്ടിപ്പിടിക്കും, കട്ടയായിട്ട് കിടക്കും. ഒന്ന് ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ കുറച്ച്. ഇപ്പോൾ ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഉപ്പ് വെള്ളമാണ് കേട്ടോ. അതിലൊരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് ഇളക്കി 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കോരി എടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ബ്രൗൺ നിറായിട്ടുണ്ട് കേട്ടോ. ഇത് പഴം കൂടുതൽ ഇത്തിരി പഴുപ്പ് കൂടിയ കാരണമാണ് കേട്ടോ വല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കനം കൂടിയത് മാത്രം ക്രിസ്പി അല്ലായിരുന്നു. ബാക്കിയൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളും ഇതുപോലെ പഴമൊക്കെ ഒന്ന് വറുത്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു.